നമസ്കാരം. ഇനി പറയാൻ പോകുന്ന കാര്യം ശ്രീ അംബാൻ മാത്രമല്ല, നമ്മുടെ നാട്ടിലെ രക്ഷിതാക്കളും ഒന്ന് ശ്രദ്ധിക്കണം. സിനിമകൾ പല രീതിയിൽ യുവതലമുറയെ സ്വാധീനിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. സമൂഹത്തിലെ ക്രിമിനലുകളെയും ഗുണ്ടകളെയും ആരാധിക്കാൻ ഒരു സിനിമ കാരണമായാലോ? അടുത്തിടെ ഇറങ്ങിയ ആവേശം സിനിമ ചെറുതല്ലാത്ത സ്വാധീനമാണ് നമ്മുടെ കുട്ടികൾക്കിടയിൽ ഉണ്ടാക്കിയത്. അത്ര ആവേശകരമല്ലാത്ത ചില ആവേശം മോഡൽ സംഭവങ്ങളാണ് ഇപ്പോൾ വാർത്തകളിൽ നിറയുന്നതും. ഗുണ്ടാ നേതാവിന്റെ ആരാധകരും അനുചരന്മാരും ആവേശം മോഡലിൽ നടത്താനൊരുങ്ങിയ പിറന്നാൾ ആഘോഷം പോലീസ് കയ്യോടെ പൊളിച്ചു. ഗുണ്ടാ നേതാവിന്റെ അറസ്റ്റിലായ 32 ആരാധകരിൽ 16 പേരും പ്രായപൂർത്തിയാകാത്തവരാണെന്ന വിവരം കൂടി പോലീസ് പുറത്തുവിട്ടതോടെ എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നതെന്ന് ചോദിച്ചു പോവുകയാണ്. ഗുണ്ടകളുടെ ആരാധകരാകുന്നു നമ്മുടെ കുട്ടികൾ. ഗുണ്ടകൾക്ക് വിലങ്ങിടാനാകുന്നില്ലേ നമ്മുടെ പോലീസിന്? വിശദമായി നോക്കാം. ചർച്ചയിൽ നമുക്കൊപ്പം റിട്ടയർഡ് മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ ജോർജ് ജോസഫ്, ഒപ്പം സൈക്കോളജിസ്റ്റ് നിതിൻ എഫ്, കൂടെ കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റി സ്റ്റേറ്റ് ട്രഷറർ കൂടിയായ MS മൊയ്നുദ്ദീൻ. സ്വാഗതം മൂന്നതിഥികൾക്കും ചർച്ചയിലേക്ക്. ഞാൻ ആദ്യം ശ്രീ ജോർജ് ജോസഫ് സാറിലേക്കാണ് പോകുന്നത്. ശ്രീ ജോർജ് ജോസഫ്, ഈ പോലീസ് ഏറ്റവും പ്രധാനമായി കഴിഞ്ഞ കുറച്ച് നാളുകളായി കേരള പോലീസ് പറയുന്നുണ്ട്, ഓപ്പറേഷൻ ആഗിലൂടെ 8000-ലധികം ഗുണ്ടകളെ ജയിലിലാക്കാൻ പോലീസിന് സാധിച്ചുവെന്ന്. ഈ പറയുന്നതിന്റെ ഇത് പറഞ്ഞ് തൊട്ടടുത്ത ആഴ്ചയാണ് നമുക്കറിയാം തലസ്ഥാന നഗരിയിലടക്കം ബോംബാക്രമണം ഉണ്ടായത്. ഇപ്പോഴിതാ വീണ്ടും സമാനമായ സംഭവം തൃശൂരിൽ കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുൻപ് ഇത്തരത്തിലൊരു സംഭവം. ഗുണ്ടാ നേതാവ് ആവേശം മോഡൽ സിനിമയിൽ അതേപോലെ റീലിനു വേണ്ടി പാർട്ടി നടത്തി നമ്മൾ കണ്ടതാണ്. ഇപ്പോഴിതാ സമാന സംഭവം വീണ്ടും തൃശൂരിൽ തന്നെ ഉണ്ടായിരിക്കുന്ന ഒരു ഗുണ്ടാ നേതാവ് പാർട്ടി നടത്തിയിരിക്കുകയാണ്, അതും പോലീസിന്റെ മൂക്കത്തിന് താഴെ. പക്ഷേ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, സന്തോഷമുള്ള കാര്യം, ആ പാർട്ടി പൊളിക്കാൻ പോലീസിന് സാധിച്ചു. പക്ഷെ അപ്പോഴും ഇത്തരത്തിലുള്ള ഗുണ്ടകൾ വിലസുന്നു നമ്മുടെ നാട്ടിൽ എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനപ്പുറം ഈ വിഷയം ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യാൻ തന്നെ കാരണം 16ഓളം കുട്ടികളാണ് ഇതിൽ ഇരകളാകുന്നത് എന്നുള്ളതാണ്. ഈ കുട്ടികളാണ് ഈ ഗുണ്ടാ നേതാക്കന്മാർക്കൊക്കെ ആരാധകരായി ഇതിലേക്ക് എത്തുന്നത്. എന്താണ് പറയാനുള്ളത്? ഇത് ഏതായാലും പോലീസ് പൊളിച്ചു, നന്നായി. തൃശ്ശൂർ തെക്കേ നടയിലാണ് ഈ ഗുണ്ടയുടെ ജന്മദിന ആശംസ നേരാനും കേക്ക് മുറിക്കാനും ഒക്കെ ആവേശം സിനിമ മോഡലിൽ അവർ തയ്യാറായത്. അത് ഏകദേശം സോഷ്യൽ മീഡിയയിൽ അതൊക്കെ വലിയ പബ്ലിസിറ്റി കൊടുത്തു. ഏതായാലും സ്പോട്ടിൽ 32 പേര് വന്നു. അതിലെ 16 പേര് മേജറായിരുന്നു, 16 പേര് മൈനറായ കുട്ടികളാണ്. പോലീസ് എന്തായാലും ഇത് മനസ്സിലാക്കി സമയോചിതമായി ഇടപെട്ടു. 4 പോലീസ് ജീപ്പ് വന്ന് ഇവരെ എല്ലാവരും റൌണ്ട് ചെയ്തു. അപ്പൊ അതില് 16 കുട്ടികൾ മൈനറാണ്, ശിശുക്കളാണ്. അവിടെയാണ് ഈ നമ്മുടെ സമൂഹത്തിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം നമുക്ക് സിനിമാ നടന്മാരോടും അങ്ങനെയുള്ളവരോടൊക്കെ വലിയ ആരാധന ഉണ്ടാവും. പക്ഷെ ഇവിടെ അങ്ങനല്ല. ഇവിടെ സംസ്ഥാനത്ത് കഴുത്തുപൊട്ടുന്നതും കാലുപൊട്ടുന്നതും ക്രിമിനലുകളോട് ആണ് ഇപ്പോഴത്തെ ജനറേഷനിലുള്ള കുട്ടികൾക്ക് ഒരു ആവേശം മൂത്ത് വരുന്നത്. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം എന്തുകൊണ്ടാണ് ഈ ക്രിമിനൽസിന് അനുകൂലമായി അല്ലെങ്കിൽ ക്രിമിനൽസിനെ ഇതുപോലെ കുട്ടികൾ ആരാധിക്കുന്നത്? തീർച്ചയായിട്ടും സിനിമ അതിലൊരു പ്രത്യേക ഘടകം തന്നെയാണ്. ചാനലിൽ കൂടെ വരുന്ന, TV കൂടെ വരുന്ന എല്ലാ സിനിമകളും ഇപ്പോഴ് നമുക്ക് സമൂഹത്തിൽ ഒരിക്കലും പ്രദർശിപ്പിക്കാൻ പാടില്ലാത്ത സിനിമകളാണ്. അതിനൊക്കെ എങ്ങനെയാണ് A സർട്ടിഫിക്കറ്റോ അല്ലെ S സർട്ടിഫിക്കറ്റ്, AU സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവിടെ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം 2 സിനിമ കണ്ടു. അപ്പോൾ അതിനകത്തൊന്ന് കണ്ണൂർ സ്ക്വാഡ്, എല്ലാവരും ഇഷ്ടപ്പെടുന്ന നടൻ മമ്മൂട്ടിയാണ്. കണ്ണൂർ സ്ക്വാഡിനകത്ത് പോലീസ് എങ്ങനെയാണ് ആളുകളെ ക്രൂരമായി പീഡിപ്പിക്കുന്നതെന്നും നഖം വലിച്ചെടുക്കുന്നവരെയൊക്കെ കാണിച്ചിരിക്കുകയാണ്. നമ്മൾ എന്റെ വീട്ടിൽ ഇത് കണ്ടപ്പം കൊച്ചുകുട്ടികളുണ്ട്. അന്നേരം ഞങ്ങൾ TV ഓഫ് ചെയ്തു. അപ്പൊ കണ്ണൂർ സ്ക്വാഡ് കുട്ടികൾക്കെല്ലാം കാണാനുള്ള ഒരു ആഗ്രഹം കൂടുതലാണ്. മനുഷ്യനെ പീഡിപ്പിക്കുന്നത് എങ്ങനെ, അവരെ ഉപദ്രവിക്കുന്നത് എങ്ങനെ, മർദ്ദിക്കുന്നത് എങ്ങനെ, അവരെ നഖം ഊരിയെടുക്കുന്നത് എങ്ങനെ, ഇതൊക്കെ ആ സിനിമയ്ക്കകത്ത് കാണും. ഏതായാലും മലയാളത്തിലെ ഏറ്റവും എല്ലാവരും ബഹുമാനിക്കുന്ന മമ്മൂട്ടിയെ പോലെയുള്ള ഒരാള് ഒരിക്കലും ഇതുപോലെയുള്ള സിനിമകൾ അഭിനയിക്കാൻ പാടില്ല. മമ്മൂട്ടി, മോഹൻലാലും അതുപോലെയുള്ള, അല്ലെങ്കിൽ സുരേഷ് ഗോപി, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ നടന്മാര്
ആരും ഇതുപോലുള്ള ഒരു മെസ്സേജ് കൊടുക്കരുത്. കാരണം അവരെയൊക്കെ അന്ധമായിട്ട് ആരാധിക്കുന്ന ഒരു വർഗം തന്നെയാണ് സ്കൂൾ കോളേജ് ലെവലിലുള്ള കുട്ടികൾ. അപ്പൊ അവര് ഇത് അഭിനയിച്ച് കാണിക്കുന്നെന്ന് പറയുമ്പം അത് അനുകരിക്കാനുള്ള ശ്രമം തന്നെയാണ്. അതാണ് നമുക്ക്. അതുപോലെ അയ്യപ്പനും കോശിയും എല്ലാവരും വലിയ പ്രകൃതി സംസാരിക്കുമെങ്കിലും ഒരു മനുഷ്യൻ അല്ലെ കുട്ടികളുടെ മനസ്സിലെ പകയുടെ വിത്ത് വിതർന്നതാണ്, വൈരാഗ്യത്തിന്റെ വിത്ത് വിതർന്നതാണ്. വിഷം കുത്തിവെക്കുകയാണത്. ഒരു കാലത്തും മരണം വരെയും ആ വൈരാഗ്യം മനസ്സിൽ നിന്ന് പോകാതിരിക്കാനുള്ള ഒരു കഥാതന്തുവാണ്. ഞാൻ അടുത്ത ദിവസമാണ് അത് കാണുന്നത് തന്നെ. അപ്പം ഇതുപോലുള്ള സിനിമകള് വളരെയധികം സ്വാധീനം കൊച്ചുകുട്ടികളിൽ മുതൽ അങ്ങ് പെടുത്തുന്നതാണ്. അതാണ് ഇന്ന് സമൂഹത്തിലുണ്ടാകുന്ന ഈ വയലൻസിന്റെ മെയിൻ ഒരു കാരണം. SFI അല്ലെങ്കിൽ DYFI അതുപോലെയുള്ള സംഘടനകൾ കോടതി കാണിച്ചു കൂട്ടുന്നത്, അല്ല സ്കൂളിലും കോളേജിലും കാണിച്ചു കൂട്ടുന്നത് എന്താണ്? ഓപ്പണായിട്ട് പറയാതിരിക്കാൻ പറ്റൂല. സിദ്ധാർത്ഥന്റെ മരണം, എത്ര മരണമായി നമ്മളിത് കാണുകയാണ്. പലർക്കും പല പരിക്കുകളേറ്റ് കാലും കൈയും പോയവർ ധാരാളമുണ്ട്. അവരാരും ഇത് വെളിയിൽ പറയുന്നില്ലെന്ന് പേടിച്ചിട്ട്. അവ നമ്മള് സമൂഹത്തില് ഈ സിനിമയും ഇതുപോലെയുള്ളതെല്ലാം കണ്ടും കേട്ടും അവർക്ക് ഈ അടിപിടി നടത്തുന്ന ഗുണ്ടകളോടും അതുപോലെ പ്രവൃത്തി ചെയ്യുന്ന രാഷ്ട്രീയക്കാരുടെ മക്കളോടും അല്ലെ രാഷ്ട്രീയ പയ്യന്മാരോടും ഒരു സ്നേഹവും ബഹുമാനവും ആരാധന കൂടുന്നതായിട്ടാണ് ഇപ്പം കാണുന്നത്. എന്താണ് ഇവർക്കൊക്കെ മനസ്സിലിരിക്കുന്നത്? നമുക്ക് ആ ഓരോ പ്രവൃത്തിയിൽ നിന്നല്ലേ മനസ്സിലാവുകയുള്ളൂ. ഒരാളെ കൊണ്ടിട്ട് പീഡിപ്പിക്കുക, അവനെ ചോദ്യം ചെയ്യുക, അവനെ കസ്റ്റഡി 3-4 ദിവസം പട്ടിണിക്കിട്ടിട്ട് അവനെ നിരന്തരം പീഡിപ്പിക്കുകയും അവനെ മരണം വരെ പീഡിപ്പിക്കുന്ന സംഭവം നമ്മൾ കണ്ടു. എന്നിട്ടും ഇവിടുത്തെ രാഷ്ട്രീയക്കാരോ ഇവിടുത്തെ മാതാപിതാക്കളോ അല്ലെങ്കിൽ ഇവിടുത്തെ സാമൂഹ്യ കർത്താക്കളോ ആരും അതിന് താഴെ. രാഷ്ട്രീയം നിർത്തണം നമ്മുടെ കോളേജില്, അതിന് യാതൊരു മാറ്റവും ഇല്ല. തീർച്ചയായും. കാരണം അവിടെ പഠിക്കാൻ വരുന്ന കുട്ടികൾ പഠിച്ചിട്ട് പോട്ടെ, രാഷ്ട്രീയത്തിൽ വെളിയിൽ കിടന്ന് കളിച്ചോട്ടെ. അതിലോട്ട് കാര്യങ്ങൾ മാറണം നമ്മൾ ഇനി. കാരണം ഇപ്പോഴത്തെ ആ ഗുണ്ടാ നേതാവിന്റെ നേരത്തെയുള്ള മറ്റേ ആ ആവേശത്തിനകത്ത് നമ്മൾ കണ്ടല്ലോ, അതിനകത്ത് എത്രയോ കുട്ടികളാണ് അവിടെ നിൽക്കുന്ന ആ കുറ്റൂര് ആ കോൾപ്പാടത്ത് നിൽക്കുന്ന കാണുന്ന കാഴ്ച. ഗുണ്ടകളെയാണ് ബഹുമാനിക്കുന്നത്, അല്ലെ രാഷ്ട്രതന്ത്രജ്ഞന്മാരെയോ മഹാത്മാഗാന്ധിയോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഇന്ത്യയുടെ ചരിത്ര പുരുഷന്മാരെയോ ഒന്നും അല്ല നോക്കുന്നത്. ഇപ്പോഴേറ്റവും കൂടുതൽ ആൾക്കാരെ കൊല്ലുന്നതും കാലുവെട്ടുന്നതും രക്തം മാർന്നൊഴുകുന്ന കാണുമ്പോഴൊക്കെ കുട്ടികൾ അതാണ് അതിലേക്ക് അങ്ങ് അട്രാക്ഷൻ ആയിട്ട് അതിലേക്ക്. തീർച്ചയായും അത് തന്നെയാണ് സാഹചര്യം. പക്ഷെ അപ്പോഴും അവിടെ ഒരു ചോദ്യമുണ്ട്. ഏറ്റവും പ്രധാനമായി സിനിമകൾ മാത്രമാണോ വില്ലനാകുന്നത്, അതല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ അഴിഞ്ഞാടി നടക്കുന്ന ഗുണ്ടകളെ പിടിച്ച് ലോക്കപ്പിലിടാൻ നമ്മുടെ പോലീസ് സംവിധാനത്തിന് സാധിക്കുന്നുള്ളൊരു ചോദ്യം ബാക്കി നിൽക്കുന്നു. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ നിതിൻ എഫ്, ഏറ്റവും പ്രധാനമായി നമ്മൾ ഈ വിഷയം തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ വിഷയം എടുത്തത് ഒരു വലിയ സാമൂഹിക വിപത്താണ് മുന്നിലുള്ളത്. കാരണം ഇന്നലെ 32 പ്രതികൾ പിടിയിൽ, അതിൽ 16 പേർ കുട്ടികളാണെന്ന് പറയുമ്പോൾ എന്ത് സന്ദേശമാണ് നൽകുന്നതെന്ന് മനസ്സിലാകുന്നില്ല. കാരണം നമ്മൾ കുട്ടികൾ ആരാധിക്കുകയാണോ ഗുണ്ടകളെ? എന്താണ് മനസ്സിലാക്കേണ്ടത്? അതിന്റെ ഒരു മാനസിക തലം എന്താണ്? തീർച്ചയായിട്ടും പ്രത്യേകിച്ച് മെയിൽസിന്റെ ഒക്കെ ഒരു ടെസ്റ്റോസ്റ്ററോൺ ലെവല് ഹയറായിട്ട് വരുന്ന ഒരു ഏജ് ആണ് ഒരു 16-17 വയസ്സെന്നൊക്കെ പറയുന്നത്. ഇപ്പം ഈ ടീനേജ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ട്രാൻസിഷൻ പീരീഡ് ആണ്. ചൈൽഡ്ഹുഡിൽ നിന്ന് അഡൽട്ട്ഹുഡിലേക്കുള്ള ഒരു ട്രാൻസിഷൻ പീരീഡ് ആണ്. ഇപ്പോ കൂടുതലും ഇതുപോലുള്ള ക്രിമിനൽ ആക്ടിവിറ്റി ടെസ്റ്റോസ്റ്ററോൺ ലെവല് ഹയറായിട്ട് നിൽക്കുന്ന ഒരു 16-നും 26-27 വയസ്സിനും ഇടയിലുള്ള ആൾക്കാരാണ് ഇങ്ങനെയുള്ള ആക്ടിവിറ്റികളിൽ കൂടുതലായിട്ട് ഇൻവോൾവ് ആവുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പൊ അത് നമ്മൾ ഉൾക്കൊള്ളേണ്ടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു മെയിൽ ഇൻഡിവിജ്വലിന്റെ ഇന്നേറ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് ഇതുപോലെ ഒരു ഹീറോയിക് ആയിട്ടുള്ള ആക്ടിവിറ്റികളൊക്കെ ചെയ്യുക എന്നുള്ളത്. അപ്പോ ഇവരെ പ്രോപ്പറായിട്ട് ഹാർനസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. അപ്പൊ ആ പ്രോപ്പറായിട്ട് ഹാർനസ് ചെയ്ത് യൂസ്ഫുൾ ആയിട്ടുള്ള മേഖലയിൽ അവരുടെ ഒരു എനർജിയും എന്തൂസിയാസവും റിസ്ക് ടേക്കിംഗ് എബിലിറ്റിയും ചാനലൈസ് ചെയ്ത് വിടാത്തിടത്തോളം കാലം ഇത്തരത്തിലുള്ള വയലന്റ് ആയിട്ടുള്ള ആന്റി സോഷ്യൽ ആയിട്ടുള്ള ആക്ടിവിറ്റികളിലേക്ക് നമ്മുടെ യങ്ങർ ജനറേഷൻ പോകും എന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പോൾ അതിനൊക്കെ തന്നെ ഇത്തരത്തിലുള്ള സിനിമകള് ഒരു പ്രധാന ഘടകമാകുന്നു എന്നുള്ള വസ്തുതയാണ്. ഒരിക്കലും ഇവരുടെ ഒരു ഇന്നേറ്റ് ആയിട്ടുള്ള ഇൻബോൺ ആയിട്ടുള്ള ഈ ഒരു റിസ്ക് ടേക്കിംഗ് എബിലിറ്റി, എന്തൂസിയാസം അല്ലെങ്കിൽ ഇമ്പൾസീവ് ആയിട്ടുള്ള ആക്ടിവിറ്റികൾ ചെയ്യാനുള്ള ഒരു പ്രവണത അതിന് നമുക്ക് ഇല്ലാതാക്കാനോ നശിപ്പിക്കാനോ സപ്രസ് ചെയ്യാനോ സാധിക്കില്ല. അത് ഒരു രീതിയിലല്ലേ വേറെ രീതിയിൽ പുറത്തു വരും എന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പോ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ അവയെ യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മുടെ ഒരു കാലഘട്ടം ഇങ്ങനെ മാറി വരുന്നതനുസരിച്ച് പോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ ഫിസിക്കൽ ആയിട്ടുള്ള ആക്ടിവിറ്റികളൊക്കെ തന്നെ നമ്മുടെ യങ്ങർ ജനറേഷന് വളരെ കുറവാണ്. കൂടുതലും ആൾക്കാര് മൊബൈലിലും അല്ലെങ്കിൽ വെർച്വൽ ആയിട്ടുള്ള ഗെയിമുകളിലും ആക്ടിവിറ്റികളിലും ഒക്കെയാണ് ഇൻവോൾവ് ആയിട്ടിരിക്കുന്നത്. അപ്പൊ എവിടെ ആ ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ഒരു അഗ്രഷൻ അല്ലെങ്കിൽ
ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ഇവരുടെ ഒരു എനർജി പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നില്ല. അത് ഹെൽത്തി ആയിട്ടുള്ള മേഖലയിൽ ചാനലൈസ് ചെയ്താൽ മാത്രമേ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ആക്ടിവിറ്റികൾ അല്ലെങ്കിൽ ഇവന്റുകൾ, പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ കുറഞ്ഞു വരുവുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോ ഈ അടുത്ത കാലത്തിന് തൊട്ടു മുന്നേ ഇറങ്ങിയിരിക്കുന്ന ഒരു സിനിമ, അതിന്റെ ടാഗ്ലൈൻ തന്നെ പറയുന്നത് എങ്ങനെയാണ്? വയലൻസ്, വയലൻസ്, വയലൻസ്. ഐ ഡോണ്ട് ലൈക്ക് വയലൻസ്, ബട്ട് വയലൻസ് ലൈക്സ് മീ. അപ്പൊ ഇത്തരത്തിലുള്ള പഞ്ച് ലൈനുകളൊക്കെ തന്നെ യങ്ങർ ബ്ലഡിലേക്ക് കുത്തിവെക്കുകയാണ്. കുത്തിവെക്കുമ്പോ അവർ ഈ വയലൻസ് ആവുന്നത് അവരുടെ ഒരു ലൈഫിന്റെ തന്നെ ഒരു അച്ചീവ്മെന്റിന്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ അവരുടെ ലൈഫിന്റെ തന്നെ എക്സിസ്റ്റൻഷ്യൽ നീഡായിട്ട് പലരും അതിനെ മിസ്ഇന്റർപ്രറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്തിട്ടാണ് അവരുടെ ഒരു പിയർ ഗ്രൂപ്പിനിടയിൽ ഒരു ഫിറ്റ്നസ് കിട്ടാൻ, അല്ലെങ്കിൽ ഒരു അക്സെപ്റ്റൻസ് കിട്ടാൻ, അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ മീഡിയ ഫോളോവേഴ്സിനിടയിൽ അല്ലെങ്കിൽ ഫ്രണ്ട്സിനിടയിൽ ഒരു ഹയർ എലിവേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുകയും അതിനെ വീഡിയോ എടുക്കുകയും അതിനെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നു. അപ്പോ ഇത് വളരെ ശ്രദ്ധയോടുകൂടെ തന്നെ നമ്മുടെ സമൂഹം വിലയിരുത്തേണ്ടതും ഇത്തരത്തിലുള്ള ആക്ടിവിറ്റികളിൽ നിന്ന് നമ്മുടെ യങ്ങർ ജനറേഷനെ ഡൈവേർട്ട് ചെയ്തുകൊണ്ട് കുറെ കൂടെ സൊസൈറ്റിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് അവരെ ഡൈവേർട്ട് ചെയ്യേണ്ടുന്നത് വളരെയേറെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഇറങ്ങിയിരിക്കുന്ന സിനിമകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു സോഷ്യലി ഇൻഫ്ലുവൻസിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയെ അപ്ലിഫ്റ്റ് ചെയ്യുന്ന ഒരു മെസ്സേജും ഈ അടുത്ത് പോപ്പുലർ ആയിട്ടുള്ള ഒരു സിനിമകളിലും നമുക്ക് കാണാനായിട്ട് കഴിയും. ഇപ്പൊ ഒരു 10-20 വർഷം മുന്നേ ഇറങ്ങിയിരുന്ന സിനിമകളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തി കഴിഞ്ഞാൽ കൂടുതലും റിലേഷൻഷിപ്പുകൾക്കും വാല്യൂസിനും അല്ലെങ്കിൽ അതില്ലാതെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ഒക്കെയാണ് ഒരു സ്റ്റോറി ആയിട്ട് അല്ലെങ്കിൽ ഒരു മെസ്സേജ് ആയിട്ട് കൺവേ ചെയ്തു വന്നിരുന്നത്. പക്ഷെ ഇപ്പോഴത്തെ റീസെന്റ് ആയിട്ട് വന്നിരിക്കുന്ന സിനിമകളെല്ലാം എടുത്ത് നോക്കിയാൽ ഒരു സസ്പെൻസ് ത്രില്ലർ ആയിട്ടാണ് പോകുന്നത്. അടുത്ത് എന്ത് സംഭവം, അല്ലാതെ അതിനകത്ത് ഒരു സ്റ്റോറിയോ ഒരു മെസ്സേജോ അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റി ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു വാല്യൂയോ തീർച്ചയായും അത് തന്നെയാണ്. എന്തായാലും സിനിമാ ആരാധകരെ, സിനിമാ താരങ്ങളെ ആരാധിക്കുക എന്നതിൽ അപ്പുറത്തേക്ക് അതിൽ നിന്ന് മാറി ഗുണ്ടകളെ ആരാധിക്കുന്ന ഒരു തലമുറ വളർന്നു വരുന്നു എന്ന് പറയുന്നത് തീർത്തും ആശങ്കാജനകമായ ഒരു കാര്യമാണ്. ശ്രീ മൊയ്നുദ്ദീൻ, ഏറ്റവും പ്രധാനമായി ഈ ഗുണ്ടകൾ ഇങ്ങനെ ആഘോഷ പാർട്ടികൾ നടത്തുന്നത് റീലുകൾ എടുത്ത് സോഷ്യൽ മീഡിയകളിൽ വൈറൽ ആവാൻ വേണ്ടിയാണെന്ന കാര്യത്തിൽ തർക്കമില്ല. അത് തന്നെ അവർ തന്നെ വെളിപ്പെടുത്തുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. സോഷ്യൽ മീഡിയകളിൽ വൈറലാവുക ഇത് പലപ്പോഴും ഇൻസ്റ്റഗ്രാം അടക്കമുള്ള സോഷ്യൽ മീഡിയകളിൽ നെഗറ്റീവുകളാണ് കൂടുതൽ ശ്രദ്ധ നേടുന്നത്, അല്ലെങ്കിൽ കൂടുതൽ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത് നെഗറ്റീവ് വീഡിയോസുകളാണ്. അത് ഏത് തരത്തിലാണ് നമ്മുടെ തലമുറയെ ബാധിക്കുന്നത്? താങ്കൾക്ക് എന്താണ് മനസ്സിലാക്കുക? താങ്കൾ ഒരു ബ്ലോഗർ കൂടിയാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ. തീർച്ചയായും ഒരു വ്ളോഗർ എന്ന നിലയ്ക്ക് എന്റെ ചാനൽ മൊയ്നൂസ് വ്ളോഗാണ്. വ്ളോഗർ എന്ന നിലയ്ക്കും അതുപോലെ തന്നെ ഇൻഫ്ലുവൻസേഴ്സിന്റെ കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റിയുടെ ഒരു വക്താവ് എന്ന നിലയ്ക്കും എനിക്കിതിനോട് പ്രതികരിക്കാനുള്ളത്, ഒരു നിലയ്ക്കും ഞങ്ങളുടെ സംഘടനയോ അതേ വ്യക്തിപരമായിട്ട് ബ്ലോഗേഴ്സ് ആരും ഇതിനോട്, അതായത് ഇതുപോലുള്ള നെഗറ്റീവിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ വ്ളോഗ് ചെയ്തിട്ടും അതേപോലെ തന്നെ ഇതുപോലെ റീൽസ് എടുത്തിട്ടും ഇതുപോലുള്ള നെഗറ്റീവിനോട് ഞങ്ങൾ ആരും ഒരു നിലയ്ക്കും യോജിക്കുന്നില്ല. ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ആരെങ്കിലും ഒരാൾ ഇതുപോലുള്ള സംഗതികൾ ചെയ്യുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുകയും അവരെ ഞങ്ങൾ പുറത്താക്കപ്പെടുകയും ചെയ്തതിന്റെ ചരിത്രങ്ങളുണ്ട്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനോടൊന്നും യോജിക്കുന്നില്ല. ഇതുപോലുള്ള സിനിമകളായാലും ശരി, ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഞങ്ങളെപ്പോലുള്ളവരുടെ വ്ളോഗുകളായാലും എന്തെന്നെ ആയാലും സമൂഹത്തിന് ഒരു നന്മ ഉണ്ടാക്കുക, നല്ലൊരു മെസ്സേജ് പാസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. സിനിമയെ സിനിമയായിട്ട് കാണാനും ജീവിതത്തെ ജീവിതമായിട്ട് കാണാനും പഠിക്കുക. അതുപോലെ തന്നെ ഈ സിനിമകളിൽ നിന്നും ഇൻഫ്ലുവൻസ് ചെയ്ത് വരുന്ന പല സംഗതികളും, പ്രത്യേകിച്ച് ഇപ്പോഴുള്ള ഈ ആവേശം എന്നുള്ള ഒരു സിനിമ, ആ സിനിമയാണ് നമ്മുടെ ചർച്ചാ വിഷയം. ഈ ഒരു സിനിമയിൽ ആ സിനിമയിലുള്ള ഹീറോ ആയിട്ടുള്ള ഗുണ്ടയെ അല്ലെങ്കിൽ ഗുണ്ടയെ അനുകൂലിച്ച് വരുന്ന ഇപ്പോഴത്തുള്ള ഈ തലമുറ, അതും പ്രത്യേകിച്ച് 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഇതുപോലുള്ള സംഗതികൾ ചെയ്യുന്നു പറയുമ്പോൾ നെറ്റലോടെയും സങ്കടത്തോടു കൂടിയുമാണ് ഈ ഒരു ജനറേഷനെ ഞങ്ങൾ നോക്കിക്കാണുന്നത്. പിന്നെ അതുകൂടാതെ ഈ ഒരു ജനറേഷനിൽ ഇതുപോലുള്ള പ്രവണതകൾ വളർന്നു വരുന്നതിനെതിരെ അതുപോലെ തന്നെ സമൂഹത്തിന് നല്ല മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഇടയിൽ ഇതുപോലുള്ള ആളുകൾ നെഗറ്റീവായിട്ടും നെഗറ്റീവ് പബ്ലിസിറ്റിയും ഇതുപോലുള്ള ഗുണ്ടകളെ
ഈ പ്രൊമോട്ട് ചെയ്യുന്നതിനോടും ഞങ്ങൾ എതിർപ്പാണ്. അവരെ ഞങ്ങൾ അകറ്റി നിർത്തുവാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ കേരള ഇൻഫ്ലുവൻസേഴ്സ് അസോസിയേഷൻ എന്നുള്ള കിക്ക് എന്നുള്ള സംഘടന ചെയ്യുന്നത്. ശരി, വളരെ നന്ദി. ശ്രീ ജോർജ് ജോസഫ്, ഏറ്റവും പ്രധാനമായി കുട്ടികൾ ഈ വിഷയത്തിൽ ഉൾപ്പെട്ടതോടുകൂടിയാണ് ഇതൊരു സാമൂഹ്യ വിപത്ത് എന്ന് തന്നെ പറയാനാണ് ആഗ്രഹിക്കുന്നത്. അത്തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഗുണ്ടകൾ ഇങ്ങനെ പോലീസിന്റെ മൂക്കിന് താഴെ അഴിഞ്ഞാടി നടക്കുന്നത്? ഏറ്റവും പ്രധാനമായി പോലീസിന്റെ മൂക്കിന് താഴെ തന്നെ ഇത്തരത്തിൽ റീലുകൾ ചെയ്യുമ്പോൾ വാർത്താ പ്രാധാന്യം കൂടും എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നതെന്ന് ഗുണ്ടകൾ തന്നെ പറയുന്ന സാഹചര്യമുണ്ട്. അല്ല, ഇത് നമ്മൾ തീർച്ചയായിട്ടും സമൂഹത്തിലെ താല്പര്യമുള്ള രാഷ്ട്രീയക്കാരും സാംസ്കാരിക പ്രവർത്തകരും ഒക്കെ മതമേലധ്യക്ഷന്മാരും എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഒരു 8-10 വർഷം മുമ്പ് ഞാൻ ഈ പോലീസ് ക്വാർട്ടേഴ്സിന്റെ അടുത്ത് താമസിക്കുമ്പോൾ എനിക്ക് മുമ്പേ റിട്ടയർ ചെയ്തു പോയ ഒരു വ്യക്തിയുടെ, ഒരു ഓഫീസറുടെ മകൻ, അയാള് ഈ തിരുവനന്തപുരം നഗരത്തിലെ പല ഗുണ്ടകളോട് ആ കേസുകളെല്ലാം പത്രത്തിൽ വായിക്കുക, അതിനോട് വലിയ താല്പര്യം കാണിക്കുകയും അവരെ കോടതി കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുവരുന്നെങ്കിൽ അവിടെ പോയി കാണുകയൊക്കെ ചെയ്യുന്ന ആ പിതാവ് എൻ്റെ അടുത്ത് വളരെ നല്ല ഏജ്ഡാണ്, കൊച്ചുമകനാണ്, എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും അതിൽ നിന്ന് മാറ്റിവിട്ടേ പറ്റുള്ളൂ. അവനെ ഏതെങ്കിലും ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്തോ സൈക്യാട്രിയുടെ അടുത്തോ കൊണ്ടുപോകണം. അവൻ നല്ല ഉപദേശം കിട്ടുന്ന സ്ഥലത്ത് വളരെയധികം നിങ്ങൾ സൂക്ഷിക്കണം. എന്ത് ചെയ്യാനൊക്കും? എന്തായാലും ശരി, തിരുവനന്തപുരം നഗരത്തിലെ മിക്കവാറും എല്ലാ ഗുണ്ടകളെ പറ്റി അവനറിയാം. LTT കബീർ, ആ സബ് ജയിലിന്റെ മുന്നിൽ വെച്ച് ബോംബെറിഞ്ഞു കൊന്ന, അതുപോലെ കണ്ണാടി ഷാജി, അങ്ങനെ ഒരു 100, ഓംപ്രകാശ്, പുത്തമ്പാലൻ രാജേഷ് എന്ന് വേണ്ട എല്ലാ ക്രിമിനൽസും അവന് മനപ്പാടമാണ്. ഗാന്ധിജിയെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ടോ എന്ന് സംശയമാണ്. പക്ഷേ ഇയാള് ആ ഒരു കൊലക്കേസിനകത്ത് പെട്ടു. ആരാധന മൂത്ത് അവരുടെ കൂടെ നടന്ന് ഒരു കൊലക്കേസിൽ പ്രതിയായി. ജീവപര്യന്തം തടവിന് 20-21 വയസ്സിലോട്ട് അകത്തോട്ട് പോയി. അപ്പൊ ഇത് നമ്മുടെ അനുഭവത്തിലുള്ള ഒരു കാര്യം തന്നെയാണ് ഞാനീ പറയുന്നത്. ആ വീട്ടുകാർ അതുപോലെ വിഷമിച്ചു, കരഞ്ഞു. അവര് എന്ത് ചെയ്യാനൊക്കും? അപ്പം തുടക്കത്തിലെ തന്നെ നമ്മള് കുട്ടികളെ, ഏത് വീട്ടിലായാലും ശരി, വലിയവന്റെ ആയാലും ശരി, ചെറിയവന്റെ കുട്ടികളെ 18 വയസ്സ് അല്ലെങ്കിൽ 21 വയസ്സ് വരെ മാതാപിതാക്കള്, അമ്മ മാത്രമുള്ളതിന് ശരി, ഒബ്സർവ് ചെയ്യണം. ചുറ്റുവട്ടത്തുള്ള ആൾക്കാരും അവരുടെ ബന്ധുക്കളും അല്ലെങ്കിൽ അവരോട് താല്പര്യമുള്ളവര് എല്ലാം കുട്ടികൾ നീങ്ങുന്ന നീക്കം വാച്ച് ചെയ്യണം. തടയിട്ടേ പറ്റൂ. കാരണം സമൂഹം അതുപോലെ അങ്ങ് നമ്മുടെ പിടിവിട്ടു പോയി കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ ഉദാഹരണമാണ് ഈ ആവേശം സിനിമയ്ക്കകത്ത് കണ്ട, അതുപോലെ നമ്മൾ ആ കുറ്റൂര് കോൾപ്പാടത്ത് കണ്ടത്. ഇപ്പം അവിടുത്തെ തൃശ്ശൂര് പോലീസ് ഇപ്പം പിടിച്ചപ്പം കണ്ടത് എല്ലാം കുട്ടികളാണ്. അപ്പൊ ഇതിനൊരു പരിഹാരം ഉണ്ടായേ പറ്റുള്ളൂ. അതോടൊപ്പം തന്നെ ഇങ്ങനെ ഇതിനോട് ഒരു അഭിനിവേശം കാണിച്ചതിന്റെ ഒപ്പം ഡ്രഗ്സും അതുപോലെ സുലഭമായി. എത്ര കിലോ ഒരു MDMA ഒരു 5 മില്ലിഗ്രാം 1 മില്ലിഗ്രാമിനൊക്കെ എത്ര വിലയാണ്? കഴിഞ്ഞ ദിവസം പിടിച്ചത് ഞാൻ കണ്ട അന്തം വിട്ടുപോയി. ഏകദേശം 2 കിലോ MDMA. എന്തായാലും കൈവിട്ടുപോയി നമ്മുടെ ചെറുപ്പക്കാരുടെ, നമ്മുടെ ഗ്രിപ്പ് പോയി കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ കൂടെ തന്നെ ഈ രാഷ്ട്രീയത്തിലെ ആളെ പിടിക്കാൻ വേണ്ടി ഈ ചെറുപ്പക്കാരെ കോളേജിലും സ്കൂളിലും ഇറക്കി അവരും കൂടെ വന്നു കഴിഞ്ഞപ്പം കംപ്ലീറ്റ് തലമുറ മുഴുവൻ നമുക്ക് നശിച്ചുകൊണ്ടിരിക്കുന്നു. മിക്കവാറും 90% നശിച്ചിരിക്കുന്നു. പേടിയുള്ള മാതാപിതാക്കൾ കടം വാങ്ങിച്ചെങ്കിലും കുട്ടികളെ വിദേശത്തേക്ക് പഠിക്കാൻ അയക്കുകയാണ്. +2 കഴിയുമ്പോഴും പോകും. നേരത്തെ ഡിഗ്രി കഴിഞ്ഞായിരുന്നു, ഇപ്പം +2 കഴിഞ്ഞെല്ലാം പോയി തുടങ്ങി. കാരണം ഇവിടെ തീർച്ചയായിട്ടും നമുക്ക് കോളേജ് വിദ്യാഭ്യാസത്തിന് കുട്ടികളെ കിട്ടില്ല. അഥവാ ഉണ്ടെങ്കിൽ അവർ പ്രൈവറ്റ് വിദ്യാഭ്യാസം എവിടുന്നെങ്കിലും നേടിക്കൊണ്ടിരിക്കുക എന്നല്ലാതെ കോളേജിലും സ്കൂളുകളിലും പോകാനുള്ള തലമുറകളുടെ ആ അഭിനിവേശം അല്ലെങ്കിൽ ആ വാഞ്ചന, അവരുടെ ആ രസം ഇതുവരെ അതൊന്നും ഇനി നടക്കില്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. അത് രാഷ്ട്രീയക്കാർ ശ്രദ്ധിക്കണം. രാഷ്ട്രീയം വളർത്താൻ വേണ്ടി കുട്ടികളെ ദുരുപയോഗം ചെയ്യിക്കുന്നത് നിർത്തണം രാഷ്ട്രീയക്കാർ കേരളത്തിലെ. കാരണം അങ്ങനെയല്ല. അവർക്ക് പ്രായമാകുമ്പോൾ അവർക്ക് ആർക്ക് വോട്ട് ചെയ്യണമെന്നും അതൊക്കെ അവർ നിശ്ചയിച്ചോളും. ചെറുപ്പത്തിലെ ഇവർക്ക് രാഷ്ട്രീയക്കാരെ, നേതാക്കന്മാർക്ക് ഭരണം കിട്ടാനും അവർക്ക് സാമ്പത്തിക നേട്ടം കിട്ടാനും ഒരു ആൾക്കാരെ മധ്യസ്ഥ പ്രക്ഷാളനം നടത്തി സമൂഹത്തിലേക്ക് പറഞ്ഞുവിടുന്ന കാഴ്ചയാണ് കോളേജ് സ്കൂളുകളിലേക്ക്. ഇത് അതിശക്തമായി നമുക്ക് പ്രതിരോധിക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് മാറി ചിന്തിക്കണം രാഷ്ട്രീയക്കാരെല്ലാവരും. കാരണം ഓരോ കോളേജിലും സ്കൂളിലൊക്കെ സിദ്ധാർത്ഥന്റെ കേസ് മാത്രം മതി നമുക്ക് എന്ന് അനുഭവ പാഠമാക്കാൻ.
ശരി. ആ സിദ്ധാർത്ഥന്റെ കേസിനകത്ത് ഉൾപ്പെട്ട പ്രതികളിലെ ഒരാളുടെ പിതാവ് ആത്മഹത്യ ചെയ്തതും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ജനങ്ങൾ ശ്രദ്ധിക്കണം. ആ പിതാവിന്റെ കണ്ണീര് ഞാൻ ഓർക്കുന്നുണ്ട്. ഒരു മകൻ ആ കേസിനകത്ത് പെട്ടു, അയാൾ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞ ആഴ്ചയിൽ. അപ്പോൾ ഇത് നമുക്ക് തീർച്ചയായിട്ടും ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി സമൂഹത്തിലെ ഈ ഉന്നതരായ രാഷ്ട്രീയ നേതാക്കന്മാരും അതുപോലെ തന്നെ സാംസ്കാരിക നയന്മാരും അടിയന്തരമായി ഇതിനൊരു പരിഹാരം കാണണം. എല്ലാ കോളേജും സ്കൂളുകളിലും തീർച്ചയായിട്ടും രാഷ്ട്രീയക്കാർ അതും ഇതൊക്കെ പറയും, നമുക്ക് രാഷ്ട്രീയം അവിടെ വളർത്തണ്ട, അത് പ്രോഹിബിറ്റ് ചെയ്യണം, കോളേജ് രാഷ്ട്രീയം അവസാനിപ്പിക്കണം, കുട്ടികൾ അവിടെ പഠിക്കാൻ പോട്ടെ, അല്ലാത്തൊരു രാഷ്ട്രീയത്തിന് അവർ വെളിയിലിറങ്ങി കളിക്കുകയോ അടിക്കുകയോ കുത്തുകയോ വെട്ടുകയോ ചെയ്തോട്ടെ, നമുക്കത് ഒതുക്കാൻ പറ്റും, അത് പോലീസ് നോക്കിക്കോളും. അതുപോലെ പുതിയ നിയമങ്ങൾ പലതും വരുന്നുണ്ട്, ശ്രദ്ധിച്ചോളുക. കുട്ടികളായാലും ശരി, ആരായാലും ശരി, 111, 112, 113 പുതിയ ഇന്ത്യൻ പീനൽ കോഡിനകത്ത് ഇതുപോലെയുള്ള റോഡിൽ കിടന്ന് കാണിക്കുന്ന ആലമ്പ് അവരെ 1 വർഷം മുതൽ 7 വർഷം വരെ തടവിലിടാൻ 112 പുതിയ ഇന്ത്യൻ പീനൽ കോഡിനകത്ത് വന്നു കഴിഞ്ഞ നിയമം. അത് ശ്രദ്ധിക്കുക എല്ലാവരും. ഇതുപോലെ കാണിക്കുന്ന മാതാപിതാക്കളെ കുട്ടികൾ തീർച്ചയായിട്ടും അത് ജുവനൈൽ ആക്ട് അനുസരിച്ചാണേലും അവർ അകത്തോട്ട് പോകും. അതുകൊണ്ട് ഇനി പുതിയ നിയമങ്ങളെല്ലാം വന്നു കഴിഞ്ഞു, മനസ്സിലാക്കിക്കണം. അതുപോലെ കുട്ടികളെ ഒന്നും രക്ഷപ്പെടുത്താൻ ഇനി നമുക്ക് കഴിയില്ല മാതാപിതാക്കൾക്ക്. തീർച്ചയായും അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. ശ്രീ ഏറ്റവും പ്രധാനം ഇപ്പോൾ ശ്രീ ജോർജ് ജോസഫ് പറഞ്ഞതുപോലെ തന്നെ ഇത്തരത്തിൽ ഈ ആരാധനാമൂർത്തി ഇറങ്ങിച്ചെല്ലുന്ന കുട്ടികൾ നാളെ എന്ത് കാണിക്കുമെന്ന്, അല്ലെങ്കിൽ അവർ ഈ ഗുണ്ടകൾ പറയുന്നതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളുകളായി മാറും. അവർ എന്ത് ചെയ്യും, എന്ത് പ്രവർത്തിക്കുമെന്ന് പറയാൻ പോലും സാധിക്കാത്തൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു. ഇവിടെ വെറും 16 കുട്ടികളാണെങ്കിൽ നമ്മൾ അറിയാതെയോ പറയാതെയോ പോകുന്ന ഒരുപാട് കുട്ടികൾ മറുവശത്ത് ഇത്തരത്തിൽ ആരാധനമൂത്ത് എന്ത് പറയുന്നു, എന്ത് പ്രവർത്തിക്കുന്നു എന്ന് ചെയ്യാൻ സാധിക്കാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന സിറ്റുവേഷൻ പോലും ഉണ്ടാകും. അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ. നമ്മുടെ കുട്ടികളെ നമ്മൾ വളർത്തുന്നത് നാളത്തെ ഗുണ്ടകളാവാൻ വേണ്ടിയല്ല. എന്ത്, എവിടെ, എങ്ങനെ നിയന്ത്രിക്കാൻ സാധിക്കും? തീർച്ചയായിട്ടും പൂച്ചയ്ക്കാരും മണിയെത്തും, അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നത്തിന്റെ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഇന്റർവെൻഷൻ എങ്ങനെ പരിഹരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അതിനൊരു ഒറ്റ ഉത്തരവേ ഉള്ളൂ. നമ്മുടെ ഫാമിലി സിസ്റ്റം കുറെ കൂടെ ഫങ്ഷനിങ് ആക്കി മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോ ഒരു ലാസ്റ്റ് 10 years അല്ലെങ്കിൽ 15 years ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ പല ഫാമിലികളിലും വളരെ ഡിസ്ഫങ്ഷണൽ ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോ പ്രത്യേകിച്ച് പല ഫാമിലികളിലും പാരന്റ്സിന് കുട്ടികളോടെ ഇരിക്കാനുള്ള സമയമില്ല, കുട്ടികൾ എന്താണ് ചെയ്യുന്നത് എന്ന് അവർക്ക് അറിയേണ്ട കാര്യമില്ല, അവരറിയുന്നില്ല, അല്ലെങ്കിൽ അതിനുള്ള ഒരു സമയമില്ല. അപ്പൊ കുട്ടികള് ഈ എപ്പോഴാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് അവർ ഈ ലോകത്ത് ജീവിക്കേണ്ടതെന്ന് പഠിക്കുന്നത് തീർച്ചയായിട്ടും സ്കൂളിലോ കോളേജിലോ ഒന്നുമല്ല. അവരുടെ വീടുകളിൽ അവരുടെ ഫാമിലിയിൽ നിന്ന് തന്നെയാണ് പഠിക്കേണ്ടത്. അങ്ങനെ തന്നെയാണ് പഠിച്ചു വരേണ്ടത്. അത് മാത്രമേ ഉള്ള ഒരു സോഴ്സ്. അല്ലാതെ നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് ഒരിക്കലും നമ്മൾ എങ്ങനെ ഈ ലോകത്ത് ജീവിക്കണമെന്ന് പഠിക്കാനായിട്ട് കഴിയില്ല. അപ്പം അത് ഫാമിലി സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ വീടുകൾ കുറെ കൂടെ ഫങ്ഷനിങ് ആയിട്ട് അവരുടെ ഉത്തരവാദിത്തങ്ങളും കർത്തവ്യങ്ങളും തിരിച്ചറിഞ്ഞുകൊണ്ട് പലരും ഇപ്പം അക്കാഡമിക് ആയിട്ടുള്ള അച്ചീവ്മെന്റിന് മാത്രമാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അല്ലാതെ ക്യാരക്ടർ ഡെവലപ്മെന്റിന് ഒരു തരത്തിലുള്ള പ്രാധാന്യം കൊടുക്കുന്നില്ല. എങ്ങനെയും പഠിച്ച് മാർക്ക് വാങ്ങി വലിയ പോസ്റ്റുകളിലേക്ക് എത്തുക എന്നുള്ളതല്ലാതെ അവരുടെ പേഴ്സണാലിറ്റി ഏത് രീതിയിൽ ഡെവലപ്പ് ചെയ്യണം, ക്യാരക്ടർ നല്ലതാണോ അല്ലെങ്കിൽ മോറലി എത്തിക്കലാണോ ലൈഫ് കണ്ടക്ട് ചെയ്യുന്നത്, അതിനൊരു പ്രാധാന്യവും പാരന്റ്സ് കൊടുക്കുന്നതായിട്ട് കാണുന്നില്ല. മക്കളെ ഏതെങ്കിലും രീതിയിൽ വലിയ പൊസിഷനിലേക്ക് എത്തിച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഒരു സോഷ്യൽ സ്റ്റാറ്റസ് എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് പലരും എയിം ചെയ്യുന്നത്. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ സൊസൈറ്റിക്ക് ഒരു മാറ്റം ഉണ്ടാവുമെന്ന് അല്ലെങ്കിൽ ഒരു പുരോഗതി ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോ ലൈഫ് കുറെ കൂടെ റിയലിസ്റ്റിക് ആയിട്ട്, ട്രൂത്ത്ഫുൾ ആയിട്ട്, ഓണസ്റ്റ് ആയിട്ട്, ഗ്രൗണ്ടഡ് ആയിട്ട് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ അടുത്ത ജനറേഷനെ പ്രിപ്പയർ ചെയ്താൽ മാത്രമേ അവർക്ക് കുറെ കൂടെ ഈ ലോകത്ത് എഫക്റ്റീവായിട്ട് ജീവിക്കാനായിട്ട് കഴിയുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ മേഖലകളൊക്കെ തന്നെ വളരെ വളരെ അപൂർവം ചെറിയൊരു ശതമാനം ആൾക്കാർ മാത്രമാണ് അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പ്രയോജനം ഉണ്ടാക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ തന്നെ വളരെ എന്താ പറയുക ഇൻഎഫക്റ്റീവ് ആയിട്ടാണ് പലപ്പോഴും കാണുന്നത്. അതിന് ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ക്യാമ്പസുകളിൽ ഡിബേറ്റോ ഡിസ്കഷൻ എന്ന് പറയുന്ന ഒരു സംഭവമേ ഇല്ല. പലരും ഒരു ഫീലിങ്സ് ഓറിയന്റഡ് ആയിട്ട് ഇമോഷണൽ ആയിട്ടുള്ള മോണോട്ടോണസ് ആയിട്ടുള്ള ഡെമോൺസ്ട്രേഷൻസും അതുപോലെ തന്നെ പ്രൊട്ടസ്റ്റുകളുമാണ് നമ്മുടെ ക്യാമ്പസുകളിൽ മൊത്തം നടക്കുന്നത്. അതൊരിക്കലും നമ്മുടെ അക്കാഡമിക് സിസ്റ്റത്തിനെ ഹെൽപ്പ് ചെയ്യുന്നതല്ല എന്ന് നമ്മൾ എല്ലാവരും തന്നെ തിരിച്ചറിയേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരിടത്തും രണ്ട് ആശയങ്ങളെ പ്രോപ്പറായിട്ട് ഫിലോസഫിക്കലായിട്ട് ലോജിക്കലായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം നമ്മുടെ കേരളത്തിലെ ഹയർ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളിലൊന്നും കാണുന്നില്ല എന്നുള്ളത് വളരെ നിരാശാജനകമായ കാര്യമാണ്. അവരുടേതായിട്ടുള്ള കാര്യങ്ങളാണ് ശരി എന്നുള്ള രീതിയിൽ
പരസ്പരമുള്ള അടിയും ബഹളവും മാത്രമാണ് കാണുന്നത്. അതൊരിക്കലും നമ്മുടെ സൊസൈറ്റിയെ ഇന്റലക്ച്വലി ഹെൽപ്പ് ചെയ്യില്ല, അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റി കുറെ കൂടെ ഇന്റലക്ച്വലി ഹയർ ആയിട്ടുള്ള ലെവലിലേക്ക് പോകില്ല എന്നുള്ള വസ്തുത ഇപ്പോഴെങ്കിലും നമ്മുടെ അക്കാഡമീഷ്യൻസും അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ മേഖലയിലുള്ളവരും തിരിച്ചറിഞ്ഞുകൊണ്ട് ഹെൽത്തി ആയിട്ടുള്ള ഡിബേറ്റും ഡിസ്കഷൻസും നമ്മുടെ ക്യാമ്പസുകളിൽ പ്രൊമോട്ട് ചെയ്താൽ മാത്രമേ വയലൻസിലേക്ക് പോവാതെ അവരുടെ ആശയങ്ങളെ ഡിസ്കസ് ചെയ്യാനും ട്രൂത്ത് എങ്ങനെയെങ്കിലും മനസ്സിലാക്കുക എന്നുള്ളതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട്, അല്ല ഫീലിങ്സിന് മുകളിൽ ട്രൂത്ത് സീക്കിംഗ് ആയിട്ടുള്ള ആർഗ്യുമെന്റ് വിൻ ചെയ്യുക എന്നുള്ളതിനേക്കാൾ ഉപരി ട്രൂത്ത് സീക്ക് ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യും, അതിനുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുകയും ചെയ്താൽ കുറെ കൂടെ എഫക്റ്റീവായിട്ട് നമ്മുടെ ക്യാമ്പസുകളും നമ്മുടെ ജനറേഷനും വരുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായും. ശ്രീ മൊയ്നുദ്ദീൻ, ഈ സോഷ്യൽ മീഡിയയിൽ റീച്ചിനു വേണ്ടി കാണിക്കുന്ന കൊള്ളരുതായ്മകൾ നിരന്തരം വാർത്തകളിൽ ഇടം പിടിക്കുന്നതാണ്. ഓരോ ദിവസവും അതിനുവേണ്ടി എന്തും കാണിക്കാമെന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. ഇത്തരം സോഷ്യൽ മീഡിയ സ്റ്റാറുകളെ കുട്ടികളടക്കം ഏറ്റെടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇതിനു മുൻപ് മലപ്പുറത്തൊരു സോഷ്യൽ മീഡിയ താരം വന്നു. അദ്ദേഹം പറയുന്നത് മുഴുവൻ തെറികളാണ്, പക്ഷേ അദ്ദേഹത്തിന് മുഴുവൻ ആരാധകരും കുട്ടികളാണ്. ഇത്തരത്തിലുള്ള എല്ലാ നെഗറ്റീവുകളും ഉൾക്കൊള്ളുന്ന ഒരു പ്രായമാണ് ഈ 18 വയസ്സ് അല്ലെങ്കിൽ 18 വയസ്സിന് മുൻപുള്ള ടീനേജ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞുങ്ങളെ വളരെ സ്വാധീനിക്കുന്ന ഇത്തരത്തിലുള്ള ഗുണ്ടാ നേതാക്കൾക്ക് അവരുടെ മാസ് എൻട്രികളൊക്കെ വലിയ തരത്തിൽ സ്വാധീനിക്കുന്നു, സിനിമാ സ്റ്റൈലിലുള്ള വരവുകൾ സ്വാധീനിക്കുന്നു. ഇതൊക്കെ കണ്ട് അതിലേക്ക് ആകൃഷ്ടരായാണ് കുഞ്ഞുങ്ങൾ പോകുന്നത്. ഏറ്റവും കൂടുതൽ നെഗറ്റീവ് മാത്രം മതിയോ സോഷ്യൽ മീഡിയയ്ക്ക്? തീർച്ചയായും അതിനോട് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ വ്യക്തിപരമായിട്ട് ഞാനും നമ്മളുടെ കമ്മ്യൂണിറ്റിയും അതുപോലെ തന്നെ നമ്മുടെ ഈ വ്ളോഗേഴ്സിന്റെ കൂട്ടായ്മകൾ ആരായാലും ശരി അവരെല്ലാം അതിനോട് വിയോജിക്കുക തന്നെയാണ് ചെയ്യുന്നത്. അതായത് റീച്ചിന് വേണ്ടിയിട്ട് എന്തും കാട്ടിക്കൂട്ടലും അതേപോലെ തന്നെ വൈറൽ ആവുക എന്നൊരു ലക്ഷ്യത്തോടെ മാത്രം ചെയ്യുന്ന കുറച്ച് ആളുകളുണ്ട്. അവർക്ക് പേരും യൂട്യൂബർ എന്നും ഫേസ്ബുക്കിലെ വ്ളോഗർ എന്നും ഇതുപോലെ ഇൻസ്റ്റഗ്രാമർ എന്നും പേരിട്ട് വിളിക്കുന്നു. നിർഭാഗ്യം എന്ന് പറയട്ടെ, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇന്ന് നെഗറ്റീവിയുടെ പിന്നാലെ അതുപോലെ തന്നെ ഇന്നത്തെ ജനറേഷൻ അവര് കാണുന്ന സിനിമകളായാലും ശരി അവരുടെ മൈൻഡ് സിനിമകളെ നമ്മളിപ്പോ ഈ ആവേശം സിനിമയെ കുറിച്ച് പറയലും അതിന്റെ കാര്യങ്ങൾ എടുത്തു പറയുന്ന സമയത്ത് എത്രയോ നല്ല നല്ല സിനിമകൾ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഗാന്ധിജിയുടെ സിനിമ ഇറങ്ങിയിട്ടുണ്ട്, അംബേദ്കറിന്റെ സിനിമ ഇറങ്ങിയിട്ടുണ്ട്. അതിലൊക്കെയുള്ള ഒരുപാട് നല്ല നല്ല മെസ്സേജുകൾ അതൊന്നും ഉൾക്കൊള്ളാനില്ല, എല്ലാം നെഗറ്റീവായിട്ടും. അതേപോലെ തന്നെ സിനിമ എടുക്കുന്നവരായാലും അവരുടെ ഭാഗത്തൊന്നും ഇന്നത്തെ ജനറേഷന് എന്താണ് ടേസ്റ്റ് അതിനനുസരിച്ചിട്ടുള്ള സിനിമകൾ ഇറങ്ങി അവര് കോടികൾ കൊയ്യുന്നതിന്റെ ഒപ്പം തന്നെ സമൂഹത്തിനും അതുപോലെ തന്നെ മെസ്സേജ് അവർക്കൊരു കൊടുക്കുന്ന ഒരു മെസ്സേജിലേക്കും വരുന്ന കാര്യത്തിൽ നിർഭാഗ്യമെന്ന് പറയട്ടെ പലവരും ആ കാര്യത്തിനോട് പിന്തിരിയാണ്. അതേപോലെ തന്നെ ഈ പറയുന്ന പോലെ തന്നെ ഒരു കഥാപാത്രത്തിന് ഡ്രഗ് അനിവാര്യമാണ്. ആ ഡ്രഗിലൂടെ അല്ലെങ്കിൽ ഒരു ഡ്രഗ് അടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മദ്യപിച്ചു കഴിഞ്ഞാൽ അവന്റെ അവസാനം എങ്ങനെയായിരിക്കും എന്ന് കാണിച്ചു തരുന്ന നല്ല സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ നല്ല നല്ല മെസ്സേജുകൾ ഉണ്ടായിട്ടുണ്ട്. ആ മെസ്സേജുകൾ ഉദാഹരണം പറയാം, ഇപ്പൊ ഈ അടുത്ത് ഞാൻ കുറച്ചു കാലം മുമ്പ് കണ്ടിരുന്ന മോഹൻലാലിന്റെ ഒരു സ്പിരിറ്റ് എന്നൊരു സിനിമ. ആ ഒരു സ്പിരിറ്റ് എന്ന സിനിമയിൽ അദ്ദേഹം കള്ളു കുടിച്ചിട്ട് അദ്ദേഹത്തിന്റെ പര്യവസാനം ഇങ്ങനെ ആയിരിക്കും എന്നതുകൊണ്ട് അതിലേക്ക് പോവരുത് എന്നുള്ള നല്ല മെസ്സേജുകൾ തരുന്ന എത്രയോ നല്ല സിനിമകളുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ ആവേശം എന്ന സിനിമയിലെ ആ ഒരു കഥാപാത്രത്തിന് അനുയോജ്യമായിട്ട് അദ്ദേഹത്തിന്റെ മൈൻഡിൽ വന്ന ഒരു സിനിമയെയോ ഒരു ഇൻഡസ്ട്രിയെയോ താറടിച്ച് കാണിക്കല്ല. സിനിമ ഒരു എന്റർടൈൻമെന്റ്, അതേപോലെ തന്നെ വിഷ്വലി അവർ തരുന്ന ട്രീറ്റുകളെ അത് മാത്രം എടുക്കാതെ ഇന്നത്തെ നമ്മുടെ ഈ കുഞ്ഞുമക്കള് ഇതുപോലുള്ള സംഗതികളിലേക്ക് തിരിയുന്നതിൽ വളരെയധികം വിയോജിപ്പുണ്ട്. അതുപോലെ തന്നെ ഇതുപോലെ വരുന്ന തെറികൾ പറയുന്നതും തീർച്ചയായും അത് തന്നെയാണ്. എന്തായാലും അതിഥികളിലേക്ക് ഒരിക്കൽ കൂടി വരണമെന്നുണ്ടായിരുന്നു, പക്ഷേ സമയക്കുറവ് മൂലം ഇടപെടുകയാണ്. എന്തായാലും എല്ലാ കലാരൂപത്തിലും എന്ന പോലെ നന്മയും തിന്മയും നമ്മുടെ സിനിമകളിലുമുണ്ട്. അതിലെ നന്മയെ മാത്രം സ്വീകരിക്കുക. നമ്മുടെ കുട്ടികൾ നാളത്തെ ഗുണ്ടകളാകാൻ വളരേണ്ടവരല്ല, നാടിന്റെ നന്മയ്ക്കായി പ്രവർത്തിക്കാൻ വളർന്നു വരേണ്ടവരാണ്. അതിന് സാധിക്കണം. അതിന് വിലങ്ങുതടിയാകുന്നതെന്തോ അത് വേരോടെ പിഴുതു മാറ്റണം, മാറ്റിയേ മതിയാകൂ. നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത 3 അതിഥികൾക്കും നമസ്കാരം.